പക്ഷെ നമ്മ ഇത്രയും കൊല്ലം നിന്നിട്ടും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അവന്റെ കരച്ചില് പെട്ടെന്ന് പോയി. അതെങ്ങനെയാണ്? അതായത് ഈ വാടക ഗർഭം വരെ എന്നെ കൊണ്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ആള്. അത്രയ്ക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു, നീ എടുത്തോ, എന്റെ യൂസൊക്കെ കയ്യില്, നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട. ജഗരുവെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ അമേയ ആൻഡ് വിഷ്ണു, അങ്ങനെ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, കലിപ്പനും കാന്താരിയും. അതായത് ഇവർ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞവരാണ്. ഇപ്പോൾ വിഷ്ണുവിനെ വിട്ടിട്ട് ഇവള് വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം പോയി എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വിഷ്ണു കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വൻ കോമഡിയാണ് സംഭവം. പിന്നെ അമേയ അതിന് ബദലായിട്ട് വേറൊരു വീഡിയോ ഇവനെതിരായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. പിന്നെ എൻ്റെ മുഖത്ത് കാണുന്ന കുത്തുകുത്തുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിക്കൻ ബോക്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാരും ഭയക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് നാളൊക്കെ ഉണ്ടാവും, സഹകരിക്കണം പ്ലീസ്. ഇവരെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് കല്യാണം കഴിക്കുകയും അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ അവർ കൊടുക്കുന്ന കോണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണോ ചേട്ടാ, അതുപോലെ പാർലേജിയിൽ പാർലമെന്റ് ഉണ്ടോ ചേട്ടാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു കാന്താരിയും, അപ്പോൾ ഇവളുടെ മുതുകത്ത് വന്ന് 4 ചവിട്ടോട്ടിരുന്ന കലിപ്പനും. അപ്പം ഇങ്ങനെയുള്ള ഓരോ വക കോണ്ടന്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നതും ഇവർ റീച്ച് ഉണ്ടായതും വൈറലായതും ഒക്കെ. അപ്പം നമുക്ക് അവരുടെ 2-3 വീഡിയോ ആദ്യം കാണാം. ഗൈസ്, അപ്പൊ അവൻ എവിടെയാ പോയിട്ട് ബാഗിൽ ഒരു കളർ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് അവന്റെ അടുത്ത് പോയി ചോദിക്കാം. എടാ എടാ എടാ, എന്തു ഈ കളർ വെള്ളം? അയ്യോ, അത് ജീര വെള്ളമാണ്. എനിക്ക് ബാറിലെ വെള്ളം കൊച്ചിനെ അറിയില്ല കേട്ടോ. അതായത് മാജിക് മൊമെന്റ്സ് എന്താണെന്ന് അറിയില്ല, ബ്രാൻഡ് എന്താണെന്ന് അറിയില്ല, മദ്യം എന്താണെന്ന് അറിയാത്ത ഒരു പാവം പിഞ്ചു മനസ്സാണ് അവളുടെ. കുറച്ച് തരുവോ? അത് പറഞ്ഞ ആ ഒരു ചവിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോയി ചോദിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഓരോരോ കോണ്ടന്റുകളാണ് ഇവരുടെ. വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പോയിട്ട് ചോദിക്കും. ഇവള് വന്ന് ചോദിക്കുന്ന ചോദ്യത്തിനായിട്ട് അവന് 2 ചവിട്ടിയോട്ട്. അതാണ് കലിപ്പനും കാന്താരി. ഇനി നമ്മൾ വിഷയത്തിലോട്ട് വരാം. ഇവിടെ ആദ്യം കരഞ്ഞ് കൂകി വിളിച്ച് പ്രത്യക്ഷമായത് വിഷ്ണുവാണ്. അമേയ എന്ന് പറയുന്ന കൊച്ചുണ്ടല്ലോ, ഇവൻ്റെ കാന്താരി ഇവൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി. ഇവൻ അവളുടെ ഫോണിൽ നിന്ന് ചാറ്റുകൾ, എന്താ പറയുക, അവന് അയച്ച ചാറ്റുകളും കാര്യങ്ങളൊക്കെ പിടിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവൻ ആ പറഞ്ഞതിനനുസരിച്ച് അവൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. സോ അപ്പോൾ ഇവനുണ്ടാവുന്ന ആ വേദനയാണ് ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ലോകമല്ലടി, പെട്ടെന്ന് കിട്ടിയ സ്നേഹം പെട്ടെന്ന് പൂന്ന് കൈവിട്ട്. പക്ഷെ നമ്മ ഇത്രയും കൊല്ലം നിന്നിട്ടും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുണ്ട്, അവൻ്റെ കരച്ചിൽ പെട്ടെന്ന് പോയി. അതെങ്ങനെയാണ്? അതായത് ഡോർ നോക്കി അങ്ങനെ എന്തോ ഒരു സംഭവം വന്നതിന് ശേഷം അവൻ്റെ മുഖം പെട്ടെന്ന് മാറാനുണ്ടായത്. കരച്ചിൽ എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താ, കോണ്ടന്റുകളും റീച്ച് ആവാൻ വേണ്ടി നടക്കുന്ന സംഭവങ്ങൾ എന്താ? അതായത് ഇപ്പോൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ അവർക്ക് അവിഹിതം ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് എന്ന് പറയുക, അവർ വേർപിരിയുക. അപ്പം അതിങ്ങനെ കോണ്ടന്റുകളാക്കി മാറ്റുക. അപ്പം ഇതിന് ബദലായിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് മാറിപ്പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ ഇവളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക, കരയുക, ഒലിക്കുക, ചീഞ്ഞ് നാറുക. അങ്ങനെ നാറി ഇവർക്ക് ആ അക്കൗണ്ട് റീച്ചാക്കി ഉയർത്തുക. അപ്പോൾ അതിനൊരു വളമായി മാറും ഈ ഒരു കരച്ചിലും കണ്ണീരും കംപ്ലീറ്റ് കാര്യങ്ങളും. അതാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ചെയ്യുന്ന കോണ്ടന്റുകൾ. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ കിട്ടണമെന്ന് മാത്രം. ഓക്കെ, ഇനി ഇവൻ BGM ഇട്ടിട്ട് വേറെ എന്നിട്ട് പറയുക, സാഡ് BGM ഒക്കെ ഇട്ടിട്ട് ഭയങ്കര
ലെവലിൽ ഇവൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു റിലേഷനും ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും, അവളും അവനും കൂടിയിട്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കുറച്ച് വൈകിട്ടാണ് കേസ്. എന്റെ പിള്ളേർ കൊണ്ടാണ് എനിക്ക് അറിയുന്നത്. ഞാൻ ഇവളുടെ ഒരു ചാറ്റ് പൊക്കി ജസ്റ്റ് ഒന്ന് ഇവളുടെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വഴക്കിട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. ആ ട്രെയിനിന്റെ ബാക്കിൽ ഇവൾക്ക് എന്തെങ്കിലും ആകും സംഭവിക്കും എന്തോ നോക്കിയാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോന്റെ ഫുൾ ചാറ്റും കാര്യങ്ങളും അവളുടെ എല്ലാ കാര്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ ഈ മൊത്തം പ്രശ്നവും കാര്യം അവളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്നുകൊണ്ട് ഞാൻ റീചാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവൾക്ക് മനസ്സിലായി, എല്ലാം അറിഞ്ഞു. ഇവള് അനാവശ്യ വീഡിയോകളും കുറച്ച് കാര്യങ്ങളൊക്കെ അവനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തെളിവായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ പറ്റുന്നത് എല്ലാവരും ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, എന്റെ കയ്യിൽ അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇവൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളേനെ കൈയോടെ പൊക്കിയപ്പോൾ അവള് പോയി. അപ്പോൾ ഇവൻ്റെ എല്ലാ സംഭവങ്ങളും അവൾ കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ അക്കൗണ്ടിലാണ് എല്ലാം ഉള്ളത്. പാസ്വേഡും എല്ലാം അവളുടെ കയ്യിലാണ്. അപ്പോൾ ഇവൻ്റെ കയ്യിലൊന്നുമില്ല. പച്ച കള്ളമായിരിക്കും, ഉറപ്പാണ്. യാതൊരു ഒക്കെ സംശയം അതിനകത്തില്ല. ഒരു ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുന്ന കോണ്ടന്റുകൾക്ക് അവളുടെ കയ്യിലാണ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ്? ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവര് ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ലേ, ഞാനൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അപ്പം അത് റീച്ച് ആവണം. അപ്പം അത് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന കോണ്ടന്റുകൾ ഇതാണ്. ഇവൻ്റെ ഭാര്യ ഒരു വേറൊരുത്തൻ്റെ കൂടെ പോയ സംഭവം പാർട്ടായിട്ട് ഇറക്കാനുള്ള ഒരു പരിപാടിയാണ് മൂപ്പരുകൾ. ഇപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, അങ്ങനെ പാർട്ട് 5 അങ്ങനെ ഇറക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കോണ്ടന്റുകൾ അതന്നെ കോണ്ടന്റുകളായി മാറാം. ലാസ്റ്റ് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഇവൻ്റെ ഭാര്യ ഒരു വേറൊരുത്തൻ്റെ കൂടെ പോയ വിഹിതം എല്ലാവരും ഷെയർ ചെയ്ത് കാണുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു താല്പര്യം. അതായത് ഇവൻ അവളേനെ കുറ്റം പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കാണുക, റീച്ച് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ഇവന് വേണ്ടത്. പബ്ലിക്കിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് ഇവൻ്റെ ഭാര്യയുടെ അവിഹിതത്തിൻ്റെ കഥ. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ ഇതിനിടയിലൊന്ന് സൂചിപ്പിക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ഇവൻ്റെ വീട്ടിലോട്ട് വരികയും, അതായത് അത്യാവശ്യം ഇവർക്ക് റീച്ച് ആയതിന് ശേഷം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാലോ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെറ്റർ അതാണ്. അപ്പോൾ കുറച്ച് റീച്ച് ആയതിനു ശേഷം തിരിച്ച് ഇവൻ്റെ അടുത്തോട്ട് വരികയും ഇവർ തമ്മിലുള്ള വീഡിയോയും വേറെ കാണാനും നമുക്ക് സാധിക്കും, എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പോൾ ഇതിന് ശേഷം അമ്മയ്യ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ടൊക്കെ വിട്ട് ഇങ്ങനെ ഹാർട്ട് കയ്യിൽ ഇങ്ങനെ ഹാർട്ട് അങ്ങോട്ട് വിടുന്ന രീതിയിലുള്ള ഒരു ഇമോജിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ അവിടെ കാണിച്ചു തരാം. ഇതാണ് ആ പോസ്റ്റ്. ഇയാളാണ് വിഷ്ണുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാളുടെ ഒപ്പമാണ് അമ്മയ്യ ഇപ്പോൾ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് അടിയിലായിട്ട് ഒരു കുറിപ്പ് അമ്മയ്യ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. നിങ്ങളൊന്നും ഇപ്പോൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് ഒരു ബ്ലോഗായിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാ തെളിവുകളും എല്ലാം കാണിക്കാം. നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയില്ല. നിങ്ങൾ തന്നെ പറയും, ആ വിഷ്ണുവിനെ വേണ്ടായിരുന്നു, അവൻ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തന്നെ അവനെ കളഞ്ഞിട്ട് പോകാൻ പറയും. ഇതാണ് മൂപ്പരാൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിലോട്ട് പോകാം. അപ്പോൾ ഇതാണ്, മോളെ നിനക്കിത് തന്നെയാണോ പണി? അതുപോലെ എന്നും പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരനെ തന്നെ പ്രേമിക്കണമായിരുന്നു. നിങ്ങൾക്കൊക്കെ എത്ര പെട്ടെന്ന് ഇതിനൊക്കെ സാധിക്കുന്നു. ഇനിയുള്ള ലൈഫെങ്കിലും നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകൂ. വേറൊരാൾ വരുമ്പോൾ അവരുടെ കൂടെ പോകാതെ. മോളെ ഇഷ്ടം പോലെ ചെയ്യൂ, ലാസ്റ്റ് കരയാതിരുന്നാൽ മതി. ആൺകുട്ടികൾ 70% സെക്സ് ചിന്ത ആണ്, കൂടുതൽ പ്രേമം അത് കഴിഞ്ഞേ ഉള്ളൂ. മടുത്തു കഴിഞ്ഞാൽ അവർ അവോയ്ഡ് ചെയ്യും, സൂക്ഷിക്കുക. ഭയങ്കരം. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ആൺകുട്ടികൾ ഇതിന് മുതിരുന്നതെന്നാണ്, പ്രണയിക്കുന്നതെന്നാണ് ഈ ഒരു
ഏതാണ് എന്നിട്ട് ഡൈനാമിക് ഡയറോ അങ്ങനെ എന്തോന്ന് അക്കൗണ്ടാണ് ആൾ സംസാരിച്ചിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അതിപ്പോൾ നമ്മുടെ വിഷയമല്ല. ഓക്കെ, അത്യാവശ്യം ചെറിയ രീതിയിൽ നെഗടിച്ചപ്പോൾ അമ്മയെ തന്നെ വന്നിട്ട് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പോയിക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കിക്കോളാം, എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ നോക്കിക്കോ. അവിടെ എല്ലാ യൂസും കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്യുന്ന ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ. അവൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ അവന്റെ കൂടെ പോകണം? പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ, നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിലാണ്. നിങ്ങൾ തന്നെ പറ. പിന്നെ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന്, അത് റോങ്ങാണ്. കല്യാണം ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് മുന്നത്തെ ഒരു എന്താ പറയുക മുൻപ് കാണിച്ചിട്ടുള്ള ചില ഇൻ്റർവ്യൂസിലൊക്കെ, ഇപ്പം മസ്താനിയായിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഇവർ തന്നെ നേരിട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ വേറെ കൊടുത്ത ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം. 8 വർഷം പ്രണയിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം അവർക്ക് 21-22 വയസ്സേ ഉള്ളൂ. എനിക്ക് 25, അവൾക്ക് 19. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 വർഷം ആയിട്ടുള്ളൂ. കേട്ടില്ലേ നിങ്ങൾ? അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 വർഷമേ ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മസ്താനിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിനകത്തും ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് ഈ ടൈമിൽ കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതൊക്കെ നിർത്തിയാലേ ഞാൻ വരുത്തോളം എന്നാ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ അറിയാതെ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് അറിയാതെ അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്. എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവരുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് കാണിച്ചു കൊടുക്കാൻ പോണത്. അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇവളനെ അവൻ്റെ സുഹൃത്തുമായിട്ട് ചേർത്തിട്ട് സംശയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നടന്നെന്ന്. അങ്ങനെ പറഞ്ഞു നടന്നപ്പോൾ അത് എന്തായാലും നീ കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ഉറച്ച അഭിപ്രായത്തിൽ മോളൂസ് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്താല്ലേ, നല്ല പ്രണയം, നല്ല മാതൃകയാക്കേണ്ട ഒരു ഉത്തമ പ്രണയമാണ്, ഉത്തമ കുടുംബിനിയാണ്, ഉത്തമ ഭാര്യയാണ്. ഓക്കെ, നമുക്ക് ബാക്കി വേണ്ടി കാണാം. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. കുറെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട്. ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് നോക്ക് കൂടിയില്ലേ. എപ്പോ ചെക്കന്മാരെ കൂടി ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. എന്നെ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം വാങ്ങി തരണം എന്നൊന്നുമില്ല. ഈ പോലീസുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അവന് കഞ്ചാവ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അവനെ പിടിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്നാണ് ഇപ്പം മോളൂസ് പറയുന്നത്. അതായത് അവൻ ഫുൾ ടൈം കഞ്ചാവാണെന്നാണ് പറയുന്നത്. അവൻ എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നത്? പോലീസുകാർക്കും ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഇടപെടാം. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഈ പറയുന്ന അബീന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവനുമായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അത് ശരി, അബിയുടെ കൊച്ചാണ് ഇവളുടെ വയറ്റിൽ നിന്ന്. അപ്പോൾ ഇവൾക്ക് പ്രഗ്നന്റ് ആണ്. എന്താണ് ഇവന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്നെ കാണിക്കുക. എനിക്ക് കുറെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, കരഞ്ഞ് ഞാനിപ്പോ ചാവാൻ പോവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. പിന്നെ എന്നെ അവനെ ഇങ്ങനെ ഒരുമാതിരി മോശമായിട്ട് പോലെ അത്രയ്ക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു. നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. അത് വളരെ മോശമാണ് വിഷ്ണു. അതായത് ഇപ്പം എൻ്റെ യൂസൊക്കെ കഴിഞ്ഞു, ഇനി നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞ് കണ്ണീര് ഒലിപ്പിച്ചിട്ട് ഒരു വീഡിയോ നാട്ടുകാർക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടുതൽ ഇത് നിങ്ങൾ കൂടുതൽ റീച്ച് ആക്കണം, കൂടുതൽ ഷെയർ ചെയ്യണം, അതായത് കൂടുതലായിട്ട് നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കണം. എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്, അപ്പോൾ എനിക്ക് ഫോളോവേഴ്സ് കിട്ടണം, സബ്സ്ക്രൈബേഴ്സ് കിട്ടണം. കൊള്ളാം. ഇനി നീ ഇങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഉപയോഗിക്കുക, അങ്ങനെയാണോ ഒരു ഭർത്താവെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്?
ഇങ്ങനൊന്നും അല്ലല്ലോ. എന്നിട്ട് കുറെ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞു വരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? ജോലിയില്ല എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവനെ കെട്ടിയത്. ഇവരുടെ മസ്താനിക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂക്ക് അകത്ത് ഇവള് കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് കല്യാണം കഴിച്ചാൽ മതി, പണിക്ക് പോകാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതായത് എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. പണിക്ക് പോയി കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് പണിക്ക് പോകുമല്ലോ, അപ്പം അങ്ങനെ ജീവിക്കാം. അപ്പം ഭർത്താവിന് പണിയില്ലെങ്കിലോ എന്ന് മസ്താനി ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ആ വരുമാനം കൊണ്ട് ജീവിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പരാൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. ഞാനത് വഴിയെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും പിന്നെയും ചെല്ലണം. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ആ ടൈമിൽ പ്രശ്നം നടക്കുന്ന ടൈമിൽ ഞാൻ തിരിച്ചില്ലായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഇതുപോലെ ഒരു 1 മണി 2 മണിയായി. അതുപോലെ എന്നെ അടിക്കാനൊക്കെ വന്ന് എന്നെ ഇവിടേക്ക് അടിച്ചിട്ടുണ്ട്, കണ്ണിന്റെ ഇവിടേക്ക് ഇട്ട് അടിച്ചിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം ഇവർ കലിപ്പനും കാന്താരിയുമാണ്. സോ കലിപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുമല്ലോ. അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പം ഇത് മാജിക് മൊമെൻറ്റ്സും കൈപിടിച്ചിട്ട് ചെന്നിട്ട് ചോദിക്കുമ്പോൾ നീ അതിങ്ങോട്ട് തന്നെ ജീരകവെള്ളം എന്ന് പറഞ്ഞിട്ട് ചവിട്ടുന്ന ഒരാൾക്ക് ഇത് വലിയൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ രീതിയിലുള്ള അടി പൊട്ടാൻ സാധ്യതയുണ്ട്, ഷുവറാണ്. എന്നെ രാത്രി അവിടുന്ന് ആ പ്രശ്നത്തിൽ നിന്ന് കയറ്റി വിടുന്നത് തിരിച്ച് തമിഴ്നാട് പോലീസാണ് പാലക്കാട് കയറ്റി വിട്ടിട്ട് പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് എറണാകുളം വന്നത്. അത്രയും പ്രശ്നം അവിടുന്ന് ഞാൻ അത്രയ്ക്കും പേടിച്ചിട്ടാണ് വന്നത്. എനിക്ക് പുറകെ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി 2 ദിവസം എറണാകുളത്ത് വന്ന് നിന്നിട്ട് എറണാകുളത്ത് നിന്ന് കുറെ ആൾക്കാരെ ഫോൺ മേടിച്ച് വിളിക്കാനൊക്കെ നോക്കിയതാണ്. ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഫുള്ള് എനിക്ക് മൊത്തത്തിൽ എന്നെ ഇതാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവന് എന്നെ കുറെ ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് വേണ്ടി അവൻ അടുത്ത റിയാക്ഷൻ വീഡിയോ ഇടും. പക്ഷെ ഇട്ടോട്ടാ, ഞാനിപ്പോ രണ്ടും എത്തിച്ചിട്ട് ഇനി എന്തായാലും എന്റെ വാശിക്ക് ഇവനെ തന്നെ നോക്കത്തോളാം പറഞ്ഞു. ഒരു വാശിപ്പുറത്താണ് ഈ ഒരു ചെക്കൻ്റെ പുറത്തോട്ട് പോയിരിക്കുന്നത്. നീ സൂക്ഷിച്ച മോനെ, ഇതൊരു വാശിപ്പുറാണ്. ആ വാശി കഴിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഇതൊരു സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ആ വാശി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളും വിഷ്ണുവും കൂടി സംഗമിക്കുന്നൊരു വീഡിയോ വരും അധികം താമസിയാതെ. ഇല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ്. എന്താ വെച്ചാൽ വാശിപ്പുറത്ത് കയറി വരുന്ന സംഭവം എത്ര നാൾ ഇപ്പോൾ ഉണ്ടാവും എന്നറിയാൻ പറ്റും. ഇവനോട് കുറച്ച് ദേഷ്യം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനോട് വാശി കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ അടുത്തോട്ട് പോയാലോ നമുക്കറിയാൻ സാധിക്കില്ല. എന്നിട്ടാലും എനിക്കതൊരു പ്രശ്നമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ പറയും ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ഇത്രയും കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്ന ആളുടെ കൂടെ നിൽക്കണോ നിൽക്കേണ്ടത്? ഇത് സ്നേഹമാണോ എന്ന് മനസ്സിലാവുന്നത്. കഞ്ചാവ് അടിച്ചിട്ട് ആ തോന്നുന്നൊരു റിയാക്ഷനാണ് അവനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പം നമ്മളോടാണ് ചോദിക്കുന്നത്. ഈ ഇത്രയും കാണിച്ച് ഞാൻ ഇത്രയും കാണിച്ചിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്നത് നമ്മളോടാണ്. കൊള്ളാം, നല്ല ബെസ്റ്റ് ഫാമിലി. നിങ്ങൾ തന്നെ പറയും, നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീരുമാനിച്ചോ കേട്ടോ, അധികം താമസിക്കേണ്ട. ഇവളെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഇവർ ഈ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മസ്താനിക്ക് കൊടുത്ത ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ബൈറ്റ്സ് ഒന്ന് കാണാം. അമ്മ ഇവിടെ വെച്ച് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അമ്മ ഒരു പ്രശ്നമായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ ഇവനാണെങ്കിൽ ദേഷ്യം വന്ന്, അപ്പൊ അമ്മ ആണെങ്കിൽ എന്തോ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ ഒളിച്ചോടാൻ. പെട്ടെന്നോ? അതെ. എന്നിട്ട് നേരെ ഞങ്ങൾ ഇടുക്കി പോയി. അവിടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ദിവസം താമസിച്ച് പിന്നെ ഇവന്റെ ചേച്ചിയെ വിളിച്ച് ഇവന്റെ വീട്ടിലോട്ട് പോയി. അമ്മയോട് ചെറുതായിട്ട് എന്തൊരു അഭിപ്രായ വ്യത്യാസം, എന്തോ അമ്മ പറഞ്ഞത് എന്തോ ഇഷ്ടപ്പെടാണ്ട് വന്നപ്പോൾ അവിടെയും ഒരു വാശിപ്പുറത്തായിരിക്കണം മോളൂസ് വിഷ്ണുവിനെയും കൂട്ടിയിട്ട് ഒളിച്ചോടിയത്. കൊള്ളാം. നിങ്ങൾ മനസ്സിലാക്കണം, പ്രണയം, അതായത് ഇപ്പോൾ വീട്ടിൽ വേറെ വിവാഹാലോചന വരിക, അല്ലെങ്കിൽ പ്രണയം പിടിക്കുകയും അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങനെയൊന്നുമല്ല. അമ്മ പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇവൾ ഒളിച്ചോടിപ്പോയി. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഒരു മാതൃകയാക്കേണ്ട ഒരു ലൈഫാണ്. അവിടെ നിന്ന് കല്യാണം കഴിച്ചു. അവിടുന്ന് അവര് നേരെ മറ്റേ അവരുടെ ഇതുണ്ട്, എന്താ പറയാ നാളും കാര്യങ്ങളൊക്കെ നോക്കണല്ലോ, അവരതൊക്കെ നോക്കിയിട്ട് ദിവസം കല്യാണം വേണ്ടിട്ട് കല്യാണം. അപ്പോൾ മനസ്സിലായില്ലേ, അവർ കല്യാണം കഴിച്ചു. അതായത് നാളും കാര്യമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ കല്യാണം നടത്തിയത്. ഓക്കെ,
ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വരുമാനത്തിൻ്റെ കാര്യം. അപ്പോൾ മോളൂസിന് ഇപ്പോൾ ഈ കാന്താരിക്ക് പണിക്ക് പോകാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒരു എന്താ പറയുക ഞാനാണ് നോക്കിയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് വീഡിയോക്കകത്ത്. ഇവൻ പണിക്കൊന്നും പോവില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് നോക്കാം. ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? സ്നേഹിച്ചു, കല്യാണം കഴിഞ്ഞു, ഇനി എന്താ പ്ലാൻ? അല്ലാണ്ട് വേറെ പ്ലാനൊന്നും ഇല്ല. ഇവൻ എപ്പോഴും കൂടെ വേണമെന്നുള്ള പ്ലാനേ ഉള്ളായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഒരു വീടോ അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ പഠിക്കണ്ട പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനങ്ങളോ അങ്ങനെ ഒന്നുമില്ല? അങ്ങനൊന്നുമില്ല. ഇവൻ പോണുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. അവനെ വിടുന്നില്ലല്ലോ. അത് എനിക്ക് അവൻ പോകുമ്പോ എനിക്ക് കരച്ചിൽ വരും, പിന്നെ കുറച്ച് കഴിയുമ്പോ സെറ്റ് ആവും, പിന്നെ ഫോൺ വിളിക്കുമ്പോ എടുക്കില്ല. അതാണൊരു പ്രശ്നം. കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ ചേട്ടായി എടുക്കുന്നില്ല. ചേട്ടായി ഫോൺ വിളിക്കാനാണല്ലോ അവിടെ പോയി ഇരിക്കുന്നത്, പണിക്കല്ല. പിന്നെ 6:30 വരാന്ന് പറയും, പക്ഷെ 6:30 വരത്തില്ല. അച്ചോടാ 6:30 ചെല്ലാന്ന് പറഞ്ഞാൽ 6:30 ചെല്ലണം. അതാണ് ഒരു ഇത്. ചെക്കനും കഞ്ചാവൊക്കെ അടിക്കാണ്ടാവും, അതുകൊണ്ട് 8 മണി ആയതായിരിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ. മസ്താനി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പം അന്നേ നല്ല രീതിയിലുള്ള ഒരു എയിമും നല്ല ഫ്യൂച്ചർ പ്ലാനൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ഇനി നമുക്ക് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ജാങ്കോ സ്പേസ്. അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അതൊന്ന് നമുക്കൊന്ന് കാണാം. ഏതുവരെ പഠിച്ചു നിങ്ങൾ? ഞാൻ 8 വരെ പോയുള്ളൂ. ഞാൻ +2 ആയിട്ടില്ല, +1. ഇപ്പം ഇത് കഴിഞ്ഞിട്ടും പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ? എനിക്ക് പണ്ട് തൊട്ടേ ഇല്ലടാ, തീരെ ഇല്ലാത്ത സാധനമാണ് പഠിപ്പ്. എനിക്കതിന് താല്പര്യം. അഞ്ചൂറോ? എനിക്കില്ല. ഞാൻ പ്രത്യേകിച്ച് ഇവനെ കൊണ്ട് തന്നെ ഇവനെ ജോലിക്ക് വിടുന്നത്. ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല, അതുകൊണ്ട് പിന്നെ പഠിപ്പിന്റെ ആവശ്യമില്ലല്ലോ. ജോലിക്ക് പോകത്തെ? എനിക്ക് പുറത്ത് പോകാൻ ചമ്മലും, അതുകൊണ്ട്. അവൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, അവൾക്ക് ചമ്മലാണ്. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചമ്മലായിട്ടാണ് മൂപ്പരാൾക്ക് തോന്നുന്നത്. സോ അവൾ ജോലിക്ക് പോവില്ല. പിന്നെ അവൻ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇവൾക്ക് ഭയങ്കര മിസ്സിങ്ങും ആണ്. 6:30 കൃത്യം വീട്ടിലെത്തണം, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനി ആയിരിക്കണം ചെറുക്കന് ജോലിക്ക് എടുക്കേണ്ടത്. അതിപ്പോൾ അങ്ങനത്തെ ഒരു ജോലി ആയിരിക്കണം ചെക്കന് വേണ്ടത്. ചെക്കനാണെങ്കിൽ വിദ്യാഭ്യാസം 8th ആണ്. ഇപ്പോൾ ഇവർ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു തയ്യാറെടുപ്പുകൾ ഇവർ നടത്തുകയായിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇവൻ കഞ്ചാവ് അടിച്ചിട്ട് നടക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നടക്കാതെ ഇപ്പോൾ ആ ചെറുക്കനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യാനും അത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനും വളരെ ചെറുപ്പം. സോ ഇവർക്ക് വേണമെങ്കിൽ പഠിപ്പ് പൊന്നുമോളെ ഇങ്ങനെ അവൻ ഇതുപോലെ അങ്ങനെ പഞ്ചാബും അടിച്ചിട്ട് ഇതുപോലെ മറ്റൊരുത്തരുമായിട്ട് കൂട്ടുകാരനായിട്ട് അങ്ങനെ മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനോടുള്ള റിവെഞ്ച് എന്ന നിലയിൽ എന്നാ പിന്നെ അവൻ ഇത്ര നാളും പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് അതങ്ങ് റിയൽ ആക്കി കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ അവനങ്ങനെ പറഞ്ഞത് കൊണ്ട് എൻ്റെ വാശിയാണ് നീ ഇവനോടൊപ്പം ഞാൻ ജീവിക്കുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് സ്നേഹം കൊണ്ട് വയറിനറിയില്ല. അതും ഇവന്റെ വീട്ടുകാരൊക്കെ നോക്കും. വീട്ടുകാരെ എത്ര നാൾ നോക്കും? കല്യാണം കഴിഞ്ഞ മകനെ ഭാര്യനെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റും? എന്റെ അച്ഛനൊക്കെ നോക്കും. അച്ഛൻ വയസ്സാവല്ലേ? അവൻ തന്നെ ജോലി എടുത്താലല്ലേ അമ്മയ്ക്ക്. ശരിക്കും പറഞ്ഞാല് സ്ത്രീകൾക്ക് ഇപ്പൊ മോള് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പേഴ്സണലി ഒരു ഇന്നർവെയർ വാങ്ങണമെങ്കിൽ അത് സ്വന്തം ക്യാഷിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ വിഷ്ണു വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക, വിഷ്ണുവിനോട് റീചാർജ് ചെയ്യാൻ പറയാ, വിഷ്ണുവിനോട്. ഇതിലിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ? വിഷ്ണുവിന്റെ അച്ഛൻ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ വിഷ്ണുവിന്റെ അച്ഛൻ നോക്കും, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ വീട്ടുകാർ നോക്കും, അല്ലെങ്കിൽ വിഷ്ണു നോക്കും. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള മസ്താനി പല രീതിയിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഇൻ്റർവ്യൂക്കകത്ത്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ വേറൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഹായ് ഗൈസ്, അപ്പൊ ഞാനിപ്പോ പറയാൻ പോണത്, നിങ്ങളിപ്പോ അവൻ പറയുന്നതും കേട്ട് അവന്റെ വാക്ക് വിശ്വസിക്കണ്ട. അവനെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്നിപ്പോ കാണിച്ചിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ അവൻ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, 2 അക്കൗണ്ടും എന്റെ കയ്യിലാണ്. ഈ 2 അക്കൗണ്ടും എന്റെ അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ അക്കൗണ്ട്. പിന്നെന്ന് വെച്ചാൽ അവന് ഈ കുറെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ പിടിച്ച് അവന് ഞാൻ എല്ലാ ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ലേ കാരണം. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോസും ഒരു കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടില്ല. എന്റെ ഫോണിൽ റിക്കവർ എന്ന് പറഞ്ഞ സാധനമേ ചെയ്തിട്ടില്ല. അവൻ കുറെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ
എപ്പോഴോ എന്റെ കൂട്ടുകാരൊരു തമാശക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് മോളൂസ് പാവാണ്, തമാശയ്ക്ക് ചില ചില്ലറ എന്താ പറയുക മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തമാശയ്ക്കാണ്, കാര്യമായിട്ടല്ല. പക്ഷെ ഏട്ടായി അത് കലിപ്പനായതുകൊണ്ട് പെട്ടെന്ന് കാര്യമായിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ മോളൂസിനൊന്നും നോക്കായിരുന്നു, ഏട്ടായി കലിപ്പനാണ്, ഞാൻ കലിപ്പൻ്റെ കാന്താരിയാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അതിനുള്ള പക്വത വിവരമൊന്നും കൊച്ചിനുണ്ടായില്ല എന്ന് തോന്നുന്നു. എന്താ പറയുക, അപ്പോൾ എന്തായാലും സംഭവം പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ തമാശയ്ക്കാണെന്ന് പറയുന്നു, കോമഡിയാണോ? കോമഡി ടൈം ആയിരുന്നു, പക്ഷെ കലിപ്പനത് മനസ്സിലായില്ല. പക്ഷെ അവൻ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാല് എന്നെ അവൻ ഒന്നുമേ നോക്കിയിട്ട് കൂടിയില്ല. ഈ വാടക ഗർഭം വരെ എന്നെ കൊണ്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ആള്. പിന്നെ വാടക ഗർഭോ? എന്തുവാണ് വാടക ഗർഭമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാനാണോ? അങ്ങനെയാണോ? ശേടാ, കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ പണിക്ക് പോയി നോക്കുന്ന. പണിക്കൊന്നുമല്ല, റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരു ദിവസം പണിക്ക് പോയത്, അവൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവൻ പണിക്കൊന്നും പറഞ്ഞ സാധനത്തിലേ പോകത്തില്ല. ഇവളെ അവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇപ്പം അവൻ പണിക്ക് പോകുന്നില്ല. ഇപ്പം ഇവളുടെ ഇൻ്റർവ്യൂവിൽ എന്താണ് ഇവൾ പറഞ്ഞത്, മസ്താനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ എന്താണ് പറഞ്ഞത്, ഞാൻ പണിക്ക് പോവില്ല, വിഷ്ണു നോക്കും, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ നോക്കും, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വീട്ടുകാർ നോക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ വിഷ്ണുവിനെ എങ്ങനെ ആമറടിച്ച് കയറ്റിയിട്ടും വിഷ്ണു പണിക്ക് പോകുന്ന ലക്ഷണമില്ലാതെ മനസ്സിലായപ്പോൾ എനിക്ക് തോന്നുന്നു പണിയുള്ള ഒരു ചെക്കൻ്റെ കൂടെ പോയതായിരിക്കാനാണ് സാധ്യത. മുപ്പരാൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല, വയർപ്പിൻ്റെ അസുഖം ഉണ്ടേ. പിന്നെ ഈ അവന് റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ അവൻ അവരൊന്ന് കാണിച്ചിട്ടിരിക്കുന്നത്. ഈ അബി എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇവൻ പറയുന്ന പോലെ ഇവന്റെ കൂട്ടുകാരനല്ല ഒരിക്കലും. ഈ അബി എന്ന് പറഞ്ഞ ആള് ഒരിക്കലും കൂട്ടുകാരനൊന്നുമല്ല. ഇങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് എന്തോ വന്ന് ഈ ഡ്രം സെറ്റിൽ പോകണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പണ്ടെപ്പോഴോ കണ്ടൊരു ഇത് മാത്രമാണ്, അല്ലാതെ ഈ കൂട്ടുകാരനെന്ന് പറഞ്ഞ ആളെ അല്ല ഇവന്റെ അബി. അത് ശരി. അപ്പൊ അവന്റെ ഒരു കൂട്ടുകാരനല്ല. പക്ഷെ പണ്ടെങ്ങാണ്ട് ഡ്രംസിനങ്ങാണ്ട് വന്നപ്പോൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇവള് എങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടിട്ടുള്ളത്? ഇവൻ വഴിയായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ സുഹൃത്തായിട്ടായിരിക്കും ഇവൾക്ക് കണക്ഷൻ വന്നിട്ടുള്ളവ. അപ്പം അതെന്താണ് മോളിസ് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അബി ഇവന്റെ കൂട്ടുകാരൻ ഒരിക്കലും അല്ല. അവന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളെയും കിട്ടിയിട്ടുണ്ട്, കുറെ ആൾക്കാർ പറയണോ കേട്ടിട്ട് എന്നെ ഇങ്ങനെ ബാഡായിട്ട് പറഞ്ഞ് നടക്കുവാണ്. എന്നോട് ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നത്, ഇഷ്ടമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെ ബാഡായിട്ടൊന്നും പറയില്ല. പിന്നെ ഞാനിത് നിങ്ങളെ കൊണ്ട് പറയുമോ, നിങ്ങൾ ആദ്യം അവനെ മനസ്സിലാക്കല്ലേ. എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അവനെ മനസ്സിലാക്കല്ലേ, എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവളെന്നെ മനസ്സിലാക്കാണ്ട് എങ്ങനെയാണ് അവനെ മനസ്സിലാക്കണ്ടെന്ന് പറയുന്നത്? എന്തുവാടേ, ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കിട്ടി. അതായത് ഇവള് പറഞ്ഞത് വിശ്വസിക്കണ്ട, പക്ഷെ അവൻ പറഞ്ഞതും വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞത് വിശ്വസിച്ചാലല്ലേ മറ്റൊരാൾ പറഞ്ഞത് വിശ്വസിക്കേണ്ടാത്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ ഒരേന്നൊക്കെ അവനിപ്പോ വന്നിട്ട് കുറച്ച് കേസുണ്ട്. അവന് വന്നിട്ട് കുറച്ച് വണ്ടി കേസുണ്ട്, പിന്നെ വന്നിട്ട് ഒരു കഞ്ചാവ് കേസ് കുറച്ചുണ്ട്. അപ്പൊ അതിൽ ഒരു കേസ് 1-2 കേസ് ഇപ്പൊ അവന് വാറണ്ടാണ്. അത് അവന്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറെ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടി എടുത്തിരിക്കുന്നതും അത് എന്റെ പേരിൽ എന്റെ അക്കൗണ്ട് വരെ ഇതാണ്, അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ അക്കൗണ്ടിൽ പൈസ ഇടാൻ പറ്റത്തില്ല, ആ വണ്ടിക്കാരാണ് പിടിച്ചിട്ട് പോകുന്നത്. പിന്നെ അതല്ലാതെ അവന് പിന്നെ ഈ എല്ലാവരും ഇപ്പൊ കൊച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അബീന്റെ കൊച്ച്. അങ്ങനെ എനിക്ക് കൊച്ചും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ അപ്പോൾ മനസ്സിലായല്ലോ, പ്രഗ്നൻ്റ് അല്ല, പക്ഷെ കൊച്ചെന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അതെന്തിനാണിത്? ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയാലല്ലേ കൊച്ചിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ എന്തിനാണ് ഈ കൊച്ചി എന്നുള്ളൊരു ടോക്ക് ഇതിനകത്ത് ഡിസ്കസ് ആയതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എല്ലാവരും കൊണ്ട് ചുമ്മാ പറഞ്ഞ് നടക്കുവാണ്. അങ്ങനൊരു കൊച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ വന്നിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഒരു ഫോൺ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാനല്ല, ഞങ്ങൾ രണ്ടുപേരും പൈസ വെച്ചിട്ടായിരുന്നു. അവന് വന്നിട്ട് ഒരു സാംസങ് S22 Ultra എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി അവൻ കൊണ്ടുപോയി. പല സാധനങ്ങളും അവൻ ഞാൻ വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നെ അവൻ നോക്കിയിട്ടുണ്ടെന്ന് അവൻ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നെ നോക്കിയിട്ടൊന്നുമില്ല. എന്നെ ഇങ്ങനെ അവൻ ഡ്രം സെറ്റിന് പോകും, അവിടെ അത്രയും വോയിസ് ഉള്ള സ്ഥലം, അവിടെ കൊണ്ടാണ് അവൻ കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പൊ കണക്ഷൻ വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇവളെ ഡ്രം സെറ്റിന് കൊണ്ടുപോകും.
അപ്പോൾ അബി എന്ന് പറഞ്ഞ ആളും ഡ്രം സെറ്റിനാണ് വരുന്നത്. അപ്പോൾ ഇവളേനെ അവിടെ കൊണ്ട് ഇടാണ്. അപ്പോൾ ഇവളേനെ ഒന്ന് കെയർ ചെയ്യാൻ വേറൊരു കലിപ്പൻ വരണ്ടേ. സോ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അതായിരിക്കാം, എനിക്ക് വ്യക്തമല്ല. അവിടെ ആർക്കും ഇതൊക്കെ ആരും വിശ്വസിക്കത്തൊന്നുമില്ല. പക്ഷെ പല ആൾക്കാരും ഇങ്ങനെ കൊട്ടാൻ പോണവർക്ക് എന്തായാലും അവിടെ വന്നിട്ടുള്ള ഒരു ഏത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, എന്തായാലും കണ്ടിട്ടുണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ അവൻ പാർട്ട് 2 എന്ന് പറഞ്ഞെടുത്ത വീഡിയോ എന്നെ പറ്റിയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷെ അവൻ പറയട്ടോ, കുഴപ്പമില്ല. അല്ല, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അവൻ തൃശ്ശൂർ പൂരത്തിന് പറ്റിയിട്ട് പോയിടുക. മോളൂസെ, നിന്നെ പറ്റി തന്നെയാണ് ഇനി പാർട്ട് 3ഉം പാർട്ട് 4ഉം പാർട്ട് 5 ഒക്കെ വരാനുള്ളത്. അതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു കാറ് മേടിക്കും. അങ്ങനെയാണല്ലോ ഇപ്പോഴൊരു ട്രെൻഡ് സെറ്റർ. മറ്റൊരു ഇൻഫ്ലുവൻസർ കൂടി 2 വഴിക്ക് ആയിരിക്കുകയാണ്. ഒരാൾക്ക് ഒരവിഹിതം, മറ്റൊരാൾ കരഞ്ഞ് വീഡിയോ ഇടുന്നു. ആ കരച്ചിലിനകത്ത് നല്ല രീതിയിൽ കള്ളത്തരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ എന്താണ് സത്യം, എന്താണ് നുണ എന്നുള്ളത് കാലം തെളിയിക്കും. മനസ്സിലായത്? ഇപ്പം അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലെ കണ്ടൻറ്റുകളൊക്കെ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാനൊന്നും പറയുന്നില്ല ഇതിനകത്ത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.